ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ പ്രിയമുള്ളവരെ, എൻ്റെ പേര് ഫാദർ ജോഷി കളപ്പറമ്പത്ത്. എറണാകുളം അങ്കമാലി അതിരൂപത അംഗമാണ്. അതിരൂപതയിലെ തുരുത്തിപ്പുറം സെൻറ്റ് ലൂയിസ് പള്ളിയിൽ വികാരിയായിട്ട് ഇപ്പോൾ 5 വർഷം പൂർത്തിയാകുന്നു. ഒത്തിരി ദൈവാനുഭവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു 6 നാളുകളിലൂടെയാണ് കടന്നുപോയത്. ഇതിനു മുമ്പ് ഒരു 40 വർഷം മുൻപാണ് ഈ മണ്ണിൽ ഇതുപോലൊരു പോപ്പുലർ മിഷൻ ധ്യാനം നടന്നത്. ഇതൊരു പ്രവാചക ദൗത്യമായി, ഒരു ദൈവവിളിയായിട്ട് ഞാനത് ഏറ്റെടുത്തിരിക്കുകയാണ്. കാരണം ഈ ഇടവക ജനം 570 കുടുംബങ്ങളുള്ള ഈ ഇടവക ആത്മീയമായിട്ട് ഒത്തിരിയേറെ വളരാൻ ഈ ധ്യാനത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. കാരണം 2-3 മാസമായി ഞങ്ങൾ ഒരുക്കം തുടങ്ങിയിട്ട് പല മീറ്റിങ്ങുകൾ കഴിഞ്ഞു. ഞങ്ങളുടെ ധ്യാന ഗുരുക്കന്മാരായ ജോജോ മാരിപ്പാട്ടച്ഛനും ഷിറിൽ അച്ഛനും പലപ്പോഴും ഇവിടെ വന്ന് ഞങ്ങൾ ഒരുക്കി. എല്ലാ വീടുകളിലും സിസ്റ്റേഴ്സ് വന്ന് ഹോം മിഷൻ നടത്തി. യൂണിറ്റ് ഭാരവാഹികൾ എല്ലാ വീടുകളിലും കയറി. ഒരുക്കമായിട്ട് പള്ളിയിൽ നിരന്തരം പ്രാർത്ഥനയുണ്ടായിരുന്നു. കുടുംബ യൂണിറ്റുകളിൽ പ്രാർത്ഥനയുണ്ടായിരുന്നു, ആരാധന ഉണ്ടായിരുന്നു. സ്നേഹത്തിന്റെ പതാകയിൽ വേണ്ടി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ, വിശ്വാസത്തിൻ ദീപവുമേന്തി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ, പ്രത്യാശപ്പൊൻ കാലവുമായി നാം യേശുവിന്റെ പിന്നാലെ. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ, പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ ഡയറക്ടറായി സേവനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട മാരിപ്പാട്ടച്ഛ, അച്ഛൻ്റെ കൂടെയുള്ള ടീം അംഗങ്ങളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഏറെ സന്തോഷമുണ്ട് നമുക്ക് എല്ലാവർക്കും ഈ സായാഹ്നത്തിൽ ഇവിടെ ഒത്തുകൂടി തമ്പുരാന് നന്ദി അർപ്പിക്കാൻ. നമ്മുടെ ജീവിതങ്ങളിൽ കർത്താവ് വർഷിച്ചിട്ടുള്ള നിരവധിയായ അനുഗ്രഹങ്ങളും കൃപകളും ഓർക്കാൻ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ നമ്മൾ ആരംഭിക്കുന്ന ആത്മീയ യാത്രയാണ്. തീർച്ചയായും എനിക്ക് ബോധ്യമുണ്ട്, നിങ്ങളെല്ലാം കാണുമ്പോൾ ചിരിക്കുന്ന, സന്തോഷം നിറഞ്ഞ നിങ്ങളുടെ മുഖം കാണുമ്പോൾ ഈ 6 ദിവസങ്ങളിൽ നിങ്ങൾ അനുഭവിച്ച വലിയ ആത്മീയമായ സന്തോഷത്തെക്കുറിച്ച്. നമ്മൾ ആരംഭിച്ചതുപോലെയല്ല ഇന്നത്തെ ദിവസം നമുക്കറിയാം. ഞായറാഴ്ച നമ്മൾ ആരംഭിച്ചു. ഓരോ ദിനം കടന്നു പോകുന്തോറും തമ്പുരാൻ്റെ വചനത്തിൻ്റെ ശക്തിയും വചനത്തിൻ്റെ വലിയ കൃപയും നമ്മുടെ എല്ലാം ജീവിതങ്ങളിൽ ധാരാളമായി ഉണ്ട് എന്ന് നമുക്കെല്ലാം അറിയാം. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട വികാരി അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ വളരെ സന്തോഷത്തോടെ പറയുകയായിരുന്നു, വളരെ മനോഹരമായി പോപ്പുലർ മിഷൻ ധ്യാനം നടക്കുന്നു. 2 ദിവസം മഴ പെയ്തെങ്കിലും അതൊന്നും പ്രശ്നമില്ലാതെ എല്ലാ ക്രമീകരണങ്ങളും തമ്പുരാൻ കനിഞ്ഞു നൽകിയത് കൊണ്ട് വളരെ മനോഹരമായി നടക്കുന്നു. പ്രത്യേകിച്ച് പോപ്പുലർ മിഷൻ ധ്യാനം നടക്കുന്ന എല്ലാ ഇടവകളിലും ഇതുപോലെ ഉത്സവത്തിൻ്റെ പ്രതീതി, തമ്പുരാൻ്റെ വചനത്തിൻ്റെ നിറവ് നൽകുന്ന വലിയൊരു ആനന്ദം എല്ലാവരും അനുഭവിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ വർഷങ്ങൾ ചിലപ്പോൾ നീണ്ട് കാത്തിരുന്നിട്ടാണ് ഒരു പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ അവസരം ലഭിക്കുക. വളരെ സന്തോഷത്തോടെ വികാരിയച്ഛന്മാർ പറയാറുണ്ട്, ഞങ്ങൾക്ക് ഈ വർഷം പോപ്പുലർ മിഷൻ ധ്യാനം കിട്ടി. അത്രയും പ്രതീക്ഷയാണ്. കാരണം അത്ഭുതകരമായ വിധം തമ്പുരാൻ ഈ ദിനങ്ങളിലെല്ലാം ഇടപെടുന്നുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് സമാപന ദിവസമാണ്. എനിക്ക് നിങ്ങളോട് ചോദിക്കാനൊരു കൊച്ചു ചോദ്യമുള്ളതാണ്. ഈ 6 ദിവസമായി തമ്പുരാനോടൊപ്പം ഇരുന്ന് തമ്പുരാൻ്റെ വചനം ധ്യാനിച്ച് നമ്മുടെ ജീവിതങ്ങളെ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഈ അവസാന ദിവസം നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? തീർച്ചയായും ഏതൊരു പ്രോഗ്രാം കഴിയുമ്പോഴും അതൊരു ലക്ഷ്യമുണ്ടാകും, വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ടാകും. എനിക്ക് തോന്നുന്നു ഈ പോപ്പുലർ മിഷൻ ധ്യാനം ഇവിടെ സമാപിക്കുന്ന ഈ ദിവസം നിങ്ങളോട് അല്പം കടുത്ത ഒരു ആഗ്രഹമാണ് ഞാൻ പറയുക. ഞാനും നിങ്ങളുമെല്ലാം ദൈവത്തെ പോലെയാകണം. ഒരു പക്ഷേ ദൈവത്തെ പോലെ ആകണമെന്ന ആഗ്രഹമാണ് ആദ്യ പാപത്തിൻ്റെ കാരണം നമുക്കറിയാം. എന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് തമ്പുരാന്റെ കഴിവുകളോ തമ്പുരാൻ്റെതോ എന്തെങ്കിലും നേടിയെടുക്കാനല്ല. ദൈവം എന്ന് പറയുമ്പോൾ ഏശയ്യായുടെ പുസ്തകം 6-ാം അധ്യായം 3-ാം വാക്യത്തിലും വെളിപാട് പുസ്തകം 4-ാം അധ്യായം 8-ാം വാക്യത്തിലും പറയുക, ദൈവത്തിന്റെ വിശേഷണങ്ങളായി സ്വർഗീയ ദൂതന്മാരെല്ലാം വിളിച്ചു പറയുക, പരിശുദ്ധൻ 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 എന്നാണ്. അപ്പോൾ ദൈവത്തെ പോലെ ആകണമെന്നുള്ള ആഗ്രഹം
നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ പോലെയുള്ള പരിശുദ്ധി നമ്മുടെ എല്ലാം ജീവിതങ്ങളിൽ കൈവരിക്കുക എന്നർത്ഥം. അതിനേക്കാൾ കുറഞ്ഞ ഒരു ലക്ഷ്യം നമുക്കുണ്ടാകാൻ പാടില്ല. അപ്പോൾ പോപ്പുലർ മിഷൻ ധ്യാനം നമ്മോടെല്ലാം ആവശ്യപ്പെടുന്നത് ഇതുപോലെ തമ്പുരാന്റെ പരിശുദ്ധിയിലേക്ക് ഓരോ ദിനവും നാം വളർന്നു വരണം. അത് ദൈവത്തിന്റെ വെറും വിശേഷണം മാത്രമല്ല, ദൈവത്തിന്റെ സത്തയാണ്. ദൈവം എന്ന് പറഞ്ഞാൽ പരിശുദ്ധിയാണ്. അപ്പോൾ ആ ദൈവത്തോളം വളരുവാൻ, ദൈവത്തിന്റെ വലിയ സത്തയിലേക്ക് നമ്മൾക്ക് ഉൾച്ചേരുവാൻ ആഗ്രഹിക്കുന്നതിന്റെ സൂചനയാണ് നമ്മളെല്ലാം ഈ പരിശുദ്ധിയിലേക്ക് വളരണം. ഒരുപക്ഷെ ദൈവത്തോളം വളരാൻ നമുക്കാകുമോ? ഒരിക്കലും ആകില്ല. നമുക്കറിയാം, ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരിക്കൽ പറഞ്ഞു, നമ്മളെല്ലാവരും പാപികളാണ്. പക്ഷെ നമുക്കൊരു സവിശേഷതയുണ്ട്. പാപികളായിരിക്കുമ്പോഴും നിരന്തരം വിശുദ്ധിയിലേക്ക് നടന്നെടുക്കുന്ന പാപികളാണ്. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാം വലിയ പ്രതീക്ഷയാണ്. കുറവുകളുണ്ടെങ്കിലും പോരായ്മകളുണ്ടെങ്കിലും ബലഹീനതകളുണ്ടെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധിയിലേക്ക് നമുക്ക് നടന്നെടുക്കാൻ കഴിയും. ഈ ദിനങ്ങളിലെല്ലാം നമ്മുടെ ഹൃദയ കവാടങ്ങൾ തുറന്ന് നമ്മുടെ പോരായ്മകളിലേക്ക് തമ്പുരാന്റെ കൃപ ചൊരിഞ്ഞ് എല്ലാ പോരായ്മകളും കഴുകിക്കളഞ്ഞ്, ദൈവമേ നിന്റെ പരിശുദ്ധിയുടെ പരിമളം എൻ്റെ ജീവിതത്തിൽ നിറയണമേ എന്ന് നാം എല്ലാം പ്രാർത്ഥിക്കുകയായിരുന്നു. തമ്പുരാനെ കുറിച്ച് നമുക്കറിയാം. തമ്പുരാന്റെ ചിന്തയും വാക്കും പ്രവൃത്തിയും നിലപാടുകളും എല്ലാം ഈ പരിശുദ്ധിയുടെ പരിമളമാണ്. കർത്താവിന്റെ സാന്നിധ്യമുള്ള എവിടെയും, കർത്താവിന്റെ വചനം ധ്യാനിക്കുന്ന എവിടെയും, കർത്താവിന്റെ പ്രവൃത്തികൾ നടക്കുന്ന എവിടെയും ഈ പരിശുദ്ധിയുടെ സുഗന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ കർത്താവിനോളം നാം എല്ലാം വളരണമെന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും നിലപാടിലുമെല്ലാം ഈ പരിശുദ്ധിയുടെ പരിമളം നിറഞ്ഞു നിൽക്കാൻ ഇടവരണം. എന്തുകൊണ്ടാണ് നമ്മളൊക്കെ പരിശുദ്ധരാകണമെന്ന് ആഗ്രഹിക്കുക? കാരണം ദൈവം തന്നെ പരിശുദ്ധിയാണ്. നമുക്കറിയാം, പരിശുദ്ധിയിൽ കുറഞ്ഞ ഒന്നും തമ്പുരാനില്ല. ദൈവം സമം പരിശുദ്ധി നമുക്കറിയാം. അവിടുന്ന് ലേവിയുടെ പുസ്തകം 11-ാം അധ്യായം 45-ാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ, എന്തെന്നാൽ ഞാൻ പരിശുദ്ധനാണ്. അപ്പോൾ ദൈവം പരിശുദ്ധനായതുകൊണ്ട്, അവിടുന്ന് പരിശുദ്ധിയുടെ നിറവായതുകൊണ്ട് ആ പരിശുദ്ധി എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. വീണ്ടും ലേവിയുടെ പുസ്തകം 19-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഇത് തന്നെ ആവർത്തിക്കും, നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ, എന്തെന്നാൽ നിങ്ങളുടെ ദൈവവും കർത്താവുമായി ഞാൻ പരിശുദ്ധനാണ്. സ്നേഹമുള്ളവരെ, ഈ പരിശുദ്ധിയിലേക്ക് കർത്താവ് നമ്മെ വിളിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 47-ാമത്തെ വാക്യം നമ്മോട് പറയും, നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കും. അപ്പൊ നോക്കണം, എത്ര മനോഹരമായിട്ടാണ് പഴയ നിയമം മുഴുവനും പുതിയ നിയമത്തിലും കർത്താവിനോട് ആഹ്വാനം ചെയ്യുന്നത് ഈ പരിശുദ്ധിയുടെ സുഗന്ധം പേർ ജീവിക്കുന്ന വ്യക്തികളായി ഞാനും നിങ്ങളുമെല്ലാം മാറണമെന്നാണ്. എന്താണ് ഈ പരിശുദ്ധി പറഞ്ഞാൽ നമുക്കറിയാം. ഈ ദിനങ്ങളിലെല്ലാം നിങ്ങൾ ധ്യാനിച്ചതാണ്. ഈ ദിനങ്ങളിലെല്ലാം തമ്പുരാന്റെ വലിയ കൃപയുടെ നിറവിൽ നമ്മൾ ധ്യാനിച്ചതാണ്. പരിശുദ്ധി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വ്യത്യസ്തരായിരിക്കുക, മാറ്റിവെക്കപ്പെട്ടവരാകുക. ഈ ലോകത്തിലായിരിക്കുമ്പോഴും ഇവിടെ നിന്ന് വ്യത്യസ്തരായിരിക്കുവാനും ലോകത്തിൻ്റെതല്ലാത്ത വ്യത്യസ്തമായ ശൈലിയിൽ ജീവിക്കുവാനും കഴിയുന്ന അവസ്ഥയാണ് നമ്മൾ പരിശുദ്ധി എന്ന് പറയുക. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി പരിശുദ്ധനാകുന്നത് സവിശേഷമായ വിധവും പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കുമ്പോഴാണ്. അപ്പൊ നമ്മുടെ എല്ലാം ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? തമ്പുരാന് പരിപൂർണമായി സമർപ്പിക്കുക. അങ്ങനെയുള്ള സമർപ്പണം സാധ്യമാകണമെങ്കിൽ തീർച്ചയായും വചനം ധ്യാനിക്കണം, വചനം പഠിക്കണം, നമ്മുടെ ജീവിതത്തിൽ വചനം ആവശ്യപ്പെടുന്ന മാറ്റമുണ്ടാകണം. ലേവിയുടെ പുസ്തകം 20-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, എൻ്റെ മുൻപിൽ നിങ്ങൾ വിശുദ്ധരായിരിക്കുവിൻ, എന്തെന്നാൽ കർത്താവായ ഞാൻ പരിശുദ്ധനാണ്. നിങ്ങൾ എനിക്ക് സ്വന്തമാകേണ്ടതിന് ഞാൻ നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിച്ചു. അപ്പോൾ ഈ വേർതിരിവ് നമ്മുടെ പ്രവൃത്തികളിലുണ്ടോ, നമ്മുടെ ചിന്തയിലുണ്ടോ, നമ്മുടെ ഓരോ ദിനമുള്ള ജീവിതത്തിലുണ്ടോ? മറ്റുള്ള വ്യക്തികളെ പോലെ തന്നെ ജീവിക്കുകയാണെങ്കിൽ യാതൊരു വ്യത്യാസവുമില്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുക, നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവരാണ്. അതിനാണ് വചനവായനയും പ്രാർത്ഥനയും ബലിയർപ്പണവും എല്ലാം നമ്മെ സഹായിക്കുക. നാം നിരന്തരം ചിന്തിക്കേണ്ട ഒരു ചിന്ത ഇതാണ്, കർത്താവ് ആഗ്രഹിക്കുന്ന പരിശുദ്ധി എൻ്റെ ജീവിതത്തിലുണ്ടോ? കർത്താവ് ആഗ്രഹിക്കുന്ന വിധം എൻ്റെ ജീവിതത്തിൽ നന്മയുടെ തിളക്കമുണ്ടോ? അതില്ല എങ്കിൽ തീർച്ചയായും ദൈവസമക്ഷം
നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. പുറപ്പാട് പുസ്തകം 22-31 വാക്യത്തിൽ പറയും, നിങ്ങൾ എനിക്ക് സമർപ്പിക്കപ്പെട്ട വിശുദ്ധ ജനമായിരിക്കണം. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതിയാണ്, ഞാനും നിങ്ങളുമെല്ലാം ദൈവത്തിന് സമർപ്പണം ചെയ്ത പരിശുദ്ധരാകണം. സ്നേഹമുള്ളവരെ, ഈ പരിശുദ്ധി നമ്മിലുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കണം. ഫേസ് ഓഫ് ദ ഫേസ്ലെസ് എന്നുള്ള സിനിമയെ കുറിച്ച് കേട്ട് കാണും. ഒരു ജീവിതം എപ്രകാരമാണ് ദൈവം എടുത്ത് വാഴ്ത്തി അനേകർക്ക് അനുഗ്രഹമായി കൊടുക്കുക. ഒരു ജീവിതത്തിൻ്റെ വിശുദ്ധി എപ്രകാരമാണ് അനേകർക്ക് വിശുദ്ധിയിലേക്കുള്ള ക്ഷണമായും പ്രേരണയായും അവർക്ക് ആഹ്വാനമായും മാറുക. അതുപോലെ നമ്മുടെ എല്ലാം ജീവിതങ്ങൾ ഇതുപോലെ വിശുദ്ധിയിലേക്കുള്ളൊരു ക്ഷണമായും വിശുദ്ധിയിലേക്കുള്ളൊരു യാത്രയായും മാറുമ്പോഴാണ് ഈ കൺവെൻഷൻ നമ്മെ സംബന്ധിച്ച് അനുഗ്രഹമാകുക. കർത്താവിലെന്നും എന്റെ പാദങ്ങൾ ചലിപ്പിച്ച് കർത്തൃസേവയൊന്നാണ് ജീവിതം. കഷ്ടമോ നഷ്ടമോ എന്തു വന്നിടിലും കർത്താവിൻ പാദം ചേർന്നു പോകും ഞാൻ. കർത്താവിലെന്നും എന്റെ ആശ്രയം. സന്തോഷത്തോടെ ഇരുവശങ്ങളിലേക്ക് കരമടിച്ച് അപ്പച്ചമാരും അമ്മച്ചമാരും നഷ്ടമോ എന്തു വന്നിടിലും കർത്താവിൻ പാദം ചേർന്നു പോകും. കരങ്ങൾ വീശി ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും പാട്ടുമേശുവേ. ചേർന്ന് ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും പാട്ടുമേശുവേ. കുനിഞ്ഞ് ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൊഴിയും ഹല്ലേലൂയ പാടും ഞാൻ. വീണ്ടും ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൊഴിയും ഹല്ലേലൂയ പാടും ഞാൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദിവ്യകാരുണ്യ ശക്തി നമ്മളിൽ നിറയട്ടെ. പരിശുദ്ധ കുർബാനയുടെ അഭിഷേകം നമ്മളിൽ നിറയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന. കരങ്ങൾ കൂപ്പിക്കേ ഈശോയിലേക്ക് നോക്കിക്കേ. നമ്മൾ ചേർന്ന് പാടുക, ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ചേർന്നൊന്ന് പാടിക്കേ, ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. ചേർന്ന് പാടിക്കോട്ടോ, ബലവാനേ നീ പരിശുദ്ധനാകുന്നു. അമർത്യനെ നീ പരിശുദ്ധനാകുന്നു. അമർത്യനെ നീ പരിശുദ്ധനാകും. പണി നോക്കിക്കേ, അമർത്യനെ നീ പരിശുദ്ധനാകുന്നു. അമർത്യനെ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ,
ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങളോട് കരുണ തോന്നേ. രണ്ട് കരങ്ങളും ഈശോയുടെ നേരെ നീട്ടിക്കേ. കുടുംബത്തെ ഒന്ന് പരിശുദ്ധനായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് വെച്ചു കൊടുത്തിട്ട് എല്ലാവരും ചേർന്ന് ഒരു നിമിഷം ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ദൈവമേ, ഈ സമൂഹത്തിന്റെ മേൽ കർത്താവേ അങ്ങയുടെ അനുഗ്രഹത്തിന്റെ കരം നീട്ടണമേ. പ്രാർത്ഥിച്ചോട്ടോ. നിങ്ങളുടെ ജീവിതത്തെ വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ഇടവക മുറ്റത്ത് ഞങ്ങളുടെ പൂർവികരുടെ വിയർപ്പ് തുള്ളികൾ വീണിട്ടുണ്ട്. അവരുടെ അധ്വാനങ്ങൾ ഒരുപാടുണ്ട്. ഈ ദേവാലയത്തില് ഞങ്ങളുടെ പൂർവികരുടെ കണ്ണുനീര് ഒരുപാട് വീണിട്ടുണ്ട്. അപ്പനമ്മമാര് ദൈവത്തെ വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചൊരിടം. ഞങ്ങളുടെ വിശ്വാസത്തിന്റെ വളർച്ച നടന്ന സ്ഥലമാണിത്. പ്രിയമുള്ള ദൈവജനമേ, ഈ നാട്ടിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ അത് ഈ ദേവാലയവും ദേവാലയ അങ്കണവുമാണ്. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ അങ്കണത്തിലെത്തുവാൻ എന്റെ ആത്മാവ് വാഞ്ചിച്ചു തളരുന്നു. ഈ ദേവാലയത്തോടുള്ള തീഷ്ണത എന്തോരമുണ്ടോ അത്രയുമാണ് സ്വർഗത്തിലെത്താനുള്ള തീഷ്ണത. ഈ ദേവാലയത്തോട് എന്തോരം തീഷ്ണതയുണ്ടോ അത് നമ്മുടെ നിത്യതയോടുള്ള തീഷ്ണതയാട്ടോ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരമാകുന്നു. അങ്ങയുടെ അങ്കണത്തിലെത്തുവാൻ എന്റെ ആത്മാവ് വാഞ്ചിച്ചു തളരുന്നു. അന്യസ്ഥലത്ത് 1000 ദിവസത്തേക്കാൾ കർത്താവേ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസമായിരിക്കുന്നത് കൂടുതൽ അഭികാമ്യമാണല്ലോ. സ്വർഗത്തിൽ എത്തിച്ചേരാനുള്ള ദാഹം ഈ ലോകത്തിൽ നമ്മൾ കാണിക്കേണ്ടത് ദൈവത്തോടും ദൈവിക കാര്യങ്ങളോടുമുള്ള താല്പര്യമായിട്ട് തന്നെയാ. നമ്മുടെ പൂർവികരത കാണിച്ചു തന്നിട്ട് വിട്ടുപോയത് ഈ ലോകത്തിൽ നിന്ന്. ഓർത്തൊന്ന് പ്രാർത്ഥിച്ച് അവരെ മരണപ്പെട്ടു പോയവർ ഒരു നിമിഷം ഓർത്തോ. അവരെ ആത്മാക്കൾക്ക് ദൈവം നിത്യാശ്വാസം നൽകട്ടെ. എന്നിട്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, അപ്പനമ്മമാര് പകർന്നു നൽകിയ വിശ്വാസ പാരമ്പര്യം അത് മുറുകെ പിടിക്കാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണേ. ദാരിദ്ര്യത്തിന്റെ നടുവില്, തകർച്ചയുടെ നടുവില് നമ്മുടെ കാരണവന്മാരൊക്കെ കടന്നുപോയപ്പോ അവർക്ക് ഒറ്റ ശക്തിയിൽ ആശ്രയം ഉണ്ടായിരുന്നുള്ളൂ, നമ്മുടെ ദൈവത്തില്. അവർക്ക് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നില്ല, അവർക്ക് സംശയങ്ങൾ ഉണ്ടായിരുന്നില്ല, അവർക്ക് ഉറപ്പുണ്ടായിരുന്നു നമ്മുടെ ദൈവത്തില്. കരങ്ങൾ കൂപ്പിക്കേ, കണ്ണു തുറന്ന് ഈശോയിലേക്ക് നോക്ക്. എന്റെ ദൈവമേ, ഞാൻ വിശ്വസിക്കുന്നു ഈ ആയുസ്സിനു വേണ്ടതെല്ലാം നിന്റെ കരങ്ങളിലുണ്ട്. ദൈവമേ, എനിക്കും എന്റെ കുടുംബത്തിനും ഈ ആയുസ്സിന് വേണ്ടതെല്ലാം നിന്റെ കരങ്ങളിലുണ്ട്. നിന്റെ കരങ്ങൾ ശക്തമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, എന്റെ കുടുംബത്തെ ഒന്ന് ചേർത്ത് പിടിക്കാൻ എന്നെ സഹായിക്കണേ. എന്റെ കുടുംബത്തിന്റെ ആത്മീയ വളർച്ചയെ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചേ. ഭാര്യ ഭർത്തൃബന്ധങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ കേട്ടോ. ഈ ദിവസങ്ങളെല്ലാം ധ്യാനിച്ചതല്ല അതിനെ കുറിച്ച് പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവേ, ഞങ്ങൾ കേട്ട വചനഭാഗങ്ങൾ, ഞങ്ങൾ കേട്ട ചിന്തകൾ ഞങ്ങളുടെ മനസ്സിലൊന്ന് പതിപ്പിച്ചു തരണേ. ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരിക്കാൻ, ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ, ഒരുമിച്ചൊന്ന് ഭക്ഷണം കഴിക്കാൻ, സന്തോഷത്തോടെ കിടന്നുറങ്ങാൻ, ഒന്ന് പങ്കുവെക്കാനുള്ള കൃപാവരം തരണേ എന്ന് പ്രാർത്ഥിക്കട്ടോ. എവിടെയെങ്കിലും ദാമ്പത്യത്തിലെ കുറവുകൾ ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തട്ടെ. വിവാഹം എന്ന കൂദാശ വഴി പരിശുദ്ധാത്മാവ് തന്ന കൃപാവരം ഈ സമൂഹത്തിൽ ജ്വലിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ ജീവിത പങ്കാളിയുടെ മുമ്പിൽ മുട്ടുകുത്തിയതല്ലേ? വലിയൊരു കൃപാവരം ദൈവം തന്നില്ലേ രാവിലെ? അത് തുടർന്ന് ജീവിക്കാൻ പരിശുദ്ധാത്മാവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്ക. ഒരായുസ്സിലെ ദാമ്പത്യത്തിൽ വന്നുപോയ കുറവുകളെ ഓർത്ത് ഇന്ന് രാവിലെ നിങ്ങള് ഈ പള്ളിമുറ്റത്തും മറ്റേ സെന്ററിലുമായിട്ട്
കണ്ണുനീരൊഴുക്കിയതല്ലേ? ആ ഒഴുക്കിയ കണ്ണുനീര് സ്ഥിരമായിട്ട് കാത്തു സൂക്ഷിച്ച എന്റെ ജീവിത പങ്കാളിയോട് വിശ്വസ്തയോടെ ചേർന്ന് കൃപാവരം തരണേന്ന് പ്രാർത്ഥിച്ചേ. ഭാര്യ ഭർത്താക്കന്മാർ 2 കരങ്ങളും ഈശോയുടെ നേരെ ഉയർത്തിക്കോ. ഭാര്യ ഭർത്താക്കന്മാർ 2 കരങ്ങളും ഈശോയുടെ നേരെ ഉയർത്തിക്കേ. പ്രാർത്ഥിക്ക്. വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ദാമ്പത്യത്തിന്റെ മേൽ അധികാരം ഏറ്റെടുക്കട്ടെ. ദൈവമേ, ഇന്ന് പ്രഭാതത്തിലെ ശുശ്രൂഷകളെ ഓർത്ത് നന്ദി പറയുന്നു. രാവിലെ കുർബാനയിൽ ഒരുമിച്ച് നിന്നതാ, ഒരുമിച്ച് ദമ്പതി ശുശ്രൂഷയിലെ കടന്നുപോയതല്ലേ. ദൈവമേ, ഞങ്ങളുടെ ദാമ്പത്യത്തില് ഈ കൃപ എന്നും നിലനിൽക്കട്ടെ. പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണേ. കൈകൾ ഈശോയുടെ നേരെ ഉയർത്തിയിട്ട് ഇങ്ങനെ ഈശോയ്ക്ക് വാക്കുകൊടുക്ക്. ഈശോയെ, എന്റെ ജീവിത പങ്കാളി സങ്കടപ്പെടാൻ ഞാൻ കാരണമാകില്ലെന്ന് ഉറപ്പിക്കട്ടോ. ഈശോയുടെ നേരെ കൈ ഉയർത്തിയിട്ട് കണ്ണു തുറന്ന് നോക്കിയിട്ട് ഈശോയ്ക്ക് വാക്കുകൊടുക്ക്. എന്റെ ഭർത്താവ്, എന്റെ ഭാര്യ സങ്കടപ്പെടാൻ ഞാൻ അവസരം കൊടുക്കില്ല. ദൈവമേ, ഇതുപോലൊരു അൾത്താരുടെ മുമ്പിൽ നിന്ന് കൈനീട്ടി നിന്റെ കയ്യിൽ നിന്ന് മേടിച്ച എന്റെ പെണ്ണ്, എന്റെ പുരുഷൻ, അവളെ ഞാൻ സങ്കടപ്പെടുത്തില്ല. നീ എനിക്ക് തന്ന സമ്മാനം. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ദാമ്പത്യത്തെ ശക്തിപ്പെടുത്തണേ. കൈകൾ ഈശോയുടെ നേരെ ഉയർത്തിയിട്ടും ചേർന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ആരാധന, ആരാധന. കർത്താവേ, ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ഇടപെടല് ഈ ദമ്പതിമാരുടെ മേൽ സംഭവിക്കട്ടെ. ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിലൂടെ കിട്ടിയ അഭിഷേകം തുറന്നുള്ള ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ ഭാര്യ ഭർത്താക്കന്മാരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാ ദമ്പതിമാരെയും പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാൻ ജോൺസൺ മേക്കേന്ദ്രത്തിൽ തിരുത്തിപ്പുറം സെൻറ് ലൂയിസ് ഇടവകയുടെ ഫാമിലി യൂണിറ്റ് സെൻട്രൽ കമ്മിറ്റി വൈസ് ചെയർമാനും ഇപ്പോൾ നടക്കുന്ന പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ ജനറൽ കൺവീനറുമാണ്. വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് തിരുത്തിപ്പുറം ഇടവകയിൽ പോപ്പുലർ മിഷൻ ധ്യാനം നടക്കുന്നത്. 2 സെൻറ്ററുകളിലായിട്ടാണ് ഈ ധ്യാനം ഇപ്പോൾ നടക്കുന്നത്, മടപ്ലാതിരത്തിലും തിരുത്തിപ്പുറത്തും. ഇടവക സമൂഹം ഒന്നടങ്കം പ്രാർത്ഥിച്ച് വളരെ കാലമായിട്ട് കാത്തിരുന്ന് ഹൃദയത്തിലേറ്റിയ ഒരു ധ്യാനമാണ് ഇപ്പോൾ നടക്കുന്നത്. അനേകം പേരുടെ വിശുദ്ധീകരണത്തിലും കുടുംബങ്ങളുടെ നവീകരണത്തിലും ഈ ധ്യാനം വളരെയധികം സഹായകമായിട്ടുണ്ട്. ഇടവക ജനങ്ങൾ ഒന്നടങ്കം ഹൃദയത്തിലേറ്റിയ ധ്യാനം അനവധി ആത്മാക്കളെ തമ്പുരാന് വേണ്ടി നേടിയെടുക്കുവാൻ പര്യാപ്തമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇടവകയിൽ ഇത് ഇപ്പോൾ നമ്മുടെ അതിരൂപതയിലെ പ്രത്യേക സാഹചര്യത്തിൽ ഈ ധ്യാനം അകന്നു നിൽക്കുന്ന ആളുകളെ കൂടുതൽ അടുപ്പിക്കുവാനും ജനങ്ങൾക്കിടയിൽ ഐക്യവും സ്നേഹവും വർദ്ധിപ്പിക്കുവാനും ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഈ ധ്യാനം ഇവിടെ സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയ ഇടവക വികാരി ജോഷി കളപ്പറമ്പത്തച്ഛന് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ ഈ പോപ്പുലർ മിഷൻ ധ്യാനം നയിക്കുന്ന ജോജോ മാരിപ്പെട്ട അച്ഛനും അച്ഛൻ്റെ കൂടെയുള്ള ടീമിനും പ്രത്യേക പ്രാർത്ഥനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ വാക്കിച്ചു. സ്നേഹമുള്ളവരെ, ഞാൻ സിസ്റ്റർ ലിനി റോസ് പുതുവ, മാർ തോമസ് സദൻ അഡോറേഷൻ കോൺവെൻറ്റിലെ സിസ്റ്ററാണ്. ദൈവാനുഗ്രഹത്തിൻ്റെ 5 ദിനങ്ങളായിരുന്നു ഈ പോപ്പുലർ മിഷൻ ധ്യാനം. വിൻസെൻഷ്യൻ ധ്യാന ഗുരുക്കന്മാരുടെ നേതൃത്വത്തിൽ, പ്രത്യേകിച്ച് ജോജോച്ചൻ്റെ നേതൃത്വത്തിൽ സ്നേഹം നിറഞ്ഞ അച്ഛന്മാരും ബ്രദേഴ്സും ചേർന്ന് തുരുത്തിപ്പുറം ഇടവകയെ
ദൈവാനുഭവത്തിലേക്ക് നയിക്കുകയായിരുന്നു. കൂട്ടായ്മയുടെ അനുഭവമായിരുന്നു ഈ ധ്യാനം. ഒരു വേറിട്ട ധ്യാനം. എൻ്റെയൊക്കെ അനുഭവത്തിൽ ഞാനൊക്കെ 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ ഇടവകയിൽ പോപ്പുലർ മിഷൻ ധ്യാനം കൂടിയതാണ്. അതിനുശേഷം ഒരു 35 വർഷമൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു ധ്യാനമാണ്. ഒത്തിരി അനുഗ്രഹം നിറഞ്ഞ ദിവസങ്ങൾ ആയിരുന്നു ഇത്. കുടുംബങ്ങളെ സ്നേഹത്തിലും ഐക്യത്തിലൊക്കെ ഒന്നിപ്പിക്കാനായിട്ട്, അതുപോലെ കലഹങ്ങളും മദ്യപാനം ദുശീലങ്ങളൊക്കെ ഉള്ള കുടുംബങ്ങളെ കണ്ടെത്തി ദൈവാനുഭവത്തിലേക്ക് നയിക്കാനൊക്കെ ഈ പോപ്പുലർ മിഷൻ ധ്യാനം സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ദൈവാനുഗ്രഹ ദിനങ്ങളെ ഓർത്ത് തമ്പുരാന് നന്ദി പറയുന്നു. ഞാൻ സെൻറ്റ് ലൂയിസ് ചർച്ച് ഇടവകയിൽ ഒരംഗമാണ്. ആദ്യമായിട്ടാണ് ഇടവകയിൽ പോപ്പുലർ മിഷൻ ധ്യാനത്തിൽ ഇതിനകത്ത് ഞാൻ പങ്കുചേരുന്നത്. ഇതിനു മുൻപ് വർഷങ്ങൾക്ക് മുമ്പ് ഇത് നടന്നിട്ടുണ്ട്. പക്ഷെ എന്നാൽ ഞാൻ അത്ര അതിന് പ്രാധാന്യം കൊടുത്തില്ല. പക്ഷെ ഇപ്പോൾ ഇതിൻ്റെ ഒരു കൺവീനർ ആയിട്ട് ഞാൻ പ്രവർത്തിച്ചപ്പോൾ ഇതിനകത്ത് കുറേ പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. വേറെ ഒന്നുമല്ല, യുവജനങ്ങളൊക്കെ കടന്നു വരിക, അവർക്കൊക്കെ കുറേ അവസരങ്ങൾ കൊടുക്കുക. പ്രഭാതത്തിൽ എണീറ്റ് വന്ന് ഒരു ഇതിനകത്തൊക്കെ പങ്കുചേരുക. പിന്നെ 2 സ്ഥലങ്ങളിലായിട്ട് എല്ലാവരും ജാഥ ആയിട്ട് വരിക, മുദ്രാവാക്യം വിളിച്ച് വരിക. അങ്ങനെ മനോഹരമായിട്ട് കുറേ കാര്യങ്ങൾ, ക്രിസ്തീയതയുടെ കുറേ കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ്. പിന്നെ പിള്ളേർ മാതാപിതാക്കളൊക്കെ ആയിട്ട് കൂടിയിരുന്ന് അവർക്ക് ഒരു സ്നേഹവിരുന്ന് കൊടുക്കുക, അവർക്ക് ചായ പകർന്നു നൽകുക, ഇങ്ങനെയൊക്കെയുള്ള കുറേ നല്ല പ്രവൃത്തികളൊക്കെ ഇതിനകത്ത് കാണാൻ കഴിഞ്ഞ്. എന്തായാലും ഇത് വലിയൊരു അനുഭവമായി മാറട്ടെ, ഒരു അനുഗ്രഹമായിട്ട് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.